ഇപ്പം പറയും. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ മോളും മാത്രമേ എൻ്റെ വീട്ടിൽ ഞാനും മോളും മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങളവിടെ ഇതുവരെയും സേഫാണ്. ഇനിയും സേഫായിരിക്കുന്നതാണ് എൻ്റെ വീട്ടിലുണ്ട്. അത് ഈ നാട് എനിക്ക് തന്ന ഒരു ഭാഗ്യം തന്നെ. അതുകൊണ്ട് തന്നെ കണ്ണൂർ പോകുന്നതെന്ന് ചോദിച്ചാലും എനിക്ക് ഞാൻ ഇല്ല ഇവിടെ തന്നെ. അവിടെ ഒരാൾ മുപ്പത് വർഷം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അല്ല ഓഫീസ് അപ്പോൾ 30 വർഷം ഇപ്പോൾ പോയി അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് അതിന് 2 വർഷം മുമ്പ് താമസിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് യൂണിവേഴ്സിറ്റി പോകും. അടുത്ത് ഇനിയും 2 വർഷം കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ 46 വയസ്സായി. 50 വയസ്സോടെ വിളിക്കൂ എന്ന് പറയുന്നത്. ഇനി എന്ന് വിളിക്കാനും സാറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീട്ടിൽ 7 പേരുണ്ട്. ആരാമൊന്നാണ് വിളിച്ചിട്ട് വിളിക്കാൻ പറ്റും. അതെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് അധ്യാപക കഴിഞ്ഞാണ്. മറ്റു ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ വൈദ്യുതി അച്ഛനമ്മയുണ്ട്. കുടുംബശ്രീ മിഷൻ്റെ ഇതിലൊന്ന് പോയി നോക്കിയാലും ഒരു സർക്കുലർ ഇറക്കിയിരുന്നു സാർ. 9/2/2026 ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതിലൊന്ന് പോയി നോക്കാലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. അവിടെ പോയി നോക്കിയാൽ ഇന്ന് പോയി നോക്കിയാലേ അതിലിനി ആളെ എടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. കുടുംബശ്രീ മിഷൻ്റെ ഇതിൽ ഒരു സർക്കുലർ വന്നതിൻ്റെ 19/2/26 ഇറക്കിയത് നോക്കിക്കോളൂ. ജിയോമാറ്റൊക്കെ എടുക്കുന്നത് വളരെ സ്ട്രിക്റ്റാണ്. മന്ത്രിമാർക്ക് പോലും വാഹനം പോലും ആഫീസിന് ഉപയോഗിക്കാൻ പാടില്ല. അത്ര വളരെ സ്ട്രിക്റ്റാണ്. പോയായിരുന്നു. അതൊരു 10 വർഷമാവും. അവിടെ പോയി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇതുവരെയും ജോലിക്ക് വിളിച്ചിട്ടില്ല. ഇന്റർവ്യൂ കഴിഞ്ഞതാണ്. 10 വർഷമായി അത് കഴിഞ്ഞിട്ട് ഇതുവരെയും വിളിച്ചിട്ടില്ല. കോർപ്പറേഷൻ അവിടെ